السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ المسلم أخو المسلم لا يظلمه ولا يسلمه من كان في حاجة أخيه كان الله في حاجته ومن فرج عن مسلم كربة فرج الله عنه بها كربة من كرب يوم القيامة ومن ستر مسلما ستره الله يوم القيامة. رواه مسلم. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു, അവനെ ആക്രമിക്കുകയോ അവനെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. മൻകാന ഫി ഹാജത്തി അഖീഹി, ഒരാൾ തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താൽ കാനല്ലാഹു ഫി ഹാജത്തിഹി, അള്ളാഹു അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതാണ്. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബത്തൻ, ഒരു മുസ്ലിമിൻ്റെ പ്രയാസം ഒരാൾ ഇല്ലാതാക്കിയാൽ ഫറജല്ലാഹു അൻഹു ബിഹാ കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ, അതുമൂലം അന്ത്യദിനത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ചിലത് അവന് ഇല്ലാതാക്കും. വമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ, ഒരു മുസ്ലിമിൻ്റെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനത അന്ത്യദിനത്തിൽ മറച്ചു വെക്കും. ഇതാണ് ഹദീസിൻ്റെ സാരം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അവൻ മുസ്ലിമിനെ ആക്രമിക്കുകയോ അവനെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. ഒരാൾ തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താൽ അള്ളാഹു അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നിറവേറ്റി കൊടുക്കും. ഒരു മുസ്ലിമിൻ്റെ പ്രയാസം ഒരാൾ ഇല്ലാതാക്കിയാൽ അതുവഴി അന്ത്യദിനത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ചിലത് അവന് ഇല്ലാതാക്കും. ഒരു മുസ്ലിമിൻ്റെ ന്യൂനത, പോരായ്മകൾ ഒരാൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനത അന്ത്യദിനത്തിൽ മറച്ചു വെക്കും. വളരെ ചിന്തനീയമായ പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ വചനം. അർത്ഥം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു മുസ്ലിമിൻ്റെ വ്യക്തിജീവിതം പോലെ തന്നെ സാമൂഹിക ജീവിതവും പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒറ്റതിരിഞ്ഞ് കഴിയേണ്ടവനല്ല മുസ്ലിം. തന്നെപ്പോലെ തൻ്റെ സഹോദരന് നന്മയും മേന്മയും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവനാണവൻ. മനുഷ്യസഹജമായ സ്വാർത്ഥതയെ നിരാകരിച്ചുകൊണ്ട് സഹകരണബോധത്തോടെ കഴിയണമെന്ന നിർദ്ദേശമാണ് ഈ ഹദീസിൻ്റെ ആകെ ചുരുക്കം, രത്നച്ചുരുക്കം. ഓരോ വ്യക്തിയും തൻ്റെ വളർച്ചയും പുരോഗതിയും ആഗ്രഹിക്കുന്നവരും അതിനായി ശ്രമിക്കുന്നവരുമാണ്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി സ്വന്തം വളരണമെന്ന ചിന്തയെ ഇസ്ലാം തീർത്തും നിരാകരിക്കുന്നു. വ്യക്തിയുടെ വളർച്ചയോടൊപ്പം മറ്റുള്ളവരും വളരണമെന്നും എല്ലാവരും നല്ല നിലയിൽ എത്തിക്കൊണ്ടുള്ള സമൂഹമായി തീരണമെന്നുമാണ് മതത്തിൻ്റെ താല്പര്യം. ഒരു നല്ല സമൂഹത്തിൻ്റെ ലക്ഷണം ശാന്തിയും സമാധാനവുമുള്ള അവസ്ഥയിൽ കഴിയുക എന്നതാണ്. ആ അവസ്ഥ ഉണ്ടാകാൻ ആ സമൂഹത്തിലെ അംഗങ്ങൾ ഭയത്തിൽ നിന്ന് മുക്തരും മോചിതരും സ്വയം പര്യാപ്തരും പരസ്പര സ്നേഹമുള്ളവരുമായിരിക്കണം. മനസ്സിൽ സ്നേഹവുമായി കഴിയുന്നവനാണ് യഥാർത്ഥ ഭാഗ്യശാലി. സ്നേഹമുള്ളവൻ തൻ്റെ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്കത് പകർന്നു നൽകും. ആളുകളിലെ ചെറുപ്പ വലുപ്പം പരിഗണിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് അവർക്ക് കഴിയുക. അങ്ങനെയുള്ളവർക്ക് സാധിക്കുക, അവർക്കേ കഴിയുകയുള്ളൂ. തന്നെപ്പോലെ മറ്റുള്ളവരുമെന്ന് കരുതുന്ന അത്തരക്കാർക്ക് മറ്റുള്ളവരെക്കുറിച്ചൊരു സംശയം ഉണ്ടാവേണ്ടതില്ല.
പരസ്പരമുള്ള സംശയങ്ങളും അതുവഴി ഉണ്ടാകുന്ന വിദ്വേഷങ്ങളുമാണ് സമാധാന ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നത്. ഒരു വ്യക്തിയോട് വെറുപ്പുണ്ടാവുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും പരാജയപ്പെടാനും തകർന്ന് തരിപ്പണമായി കാണുവാനുമായിരിക്കും ആഗ്രഹിക്കുക. അതിനുള്ള ശ്രമങ്ങളായിരിക്കും അയാളിൽ നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുക. തൻ്റെ സഹോദരന് നേരെയുള്ള അക്രമമാണിത്. ആക്രമണം സംസാരം കൊണ്ടും ചിലപ്പോൾ കായികവുമാകാം. കായികമായ ആക്രമണം ശാരീരികമായി മുറിവേൽപ്പിക്കുമ്പോൾ സംസാരം കൊണ്ടുള്ള അക്രമം മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി തീർക്കും, മനസ്സിന് മുറിവേൽപ്പിക്കും. രണ്ടും ഒന്നിനൊന്ന് ഗുരുതരമാണെങ്കിലും സംസാരം കൊണ്ടുള്ള ആക്രമണമാണ് പ്രത്യാഘാതം കൂടുതൽ വരുത്തി വെക്കുക. ആ മുറിവുകൾ മനസ്സിൽ മായാതെ പതിയുകയും പരസ്പരമുള്ള അകൽച്ചയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരാളെക്കുറിച്ച് ദുഷ്പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അയാളെ ആക്രമിക്കാൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കൽ കൂടിയായി അത് മാറുന്നു. അയാളുടെ ശത്രുക്കൾക്ക് അയാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് സമമാണത്. തൻ്റെ സഹോദരനെ ഈ വിധത്തിൽ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഭൂഷണമായ കാര്യമല്ല. തൻ്റെ സ്വന്തം പ്രശ്നങ്ങൾ പോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ഏറ്റെടുത്തവനായിരിക്കണം വിശ്വാസി. പ്രശ്നങ്ങളില്ലാത്തവരായി ആരുമുണ്ടാവുകയില്ലല്ലോ. ശാരീരിക പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കം, മാനസികമായ സംഘർഷം തുടങ്ങിയ പലതരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് മനുഷ്യരെല്ലാം, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ. ആ പ്രശ്നങ്ങളിൽ ചിലത് സ്ഥിരമായതും ചിലത് സാന്ദർഭികവുമായിരിക്കുമെന്ന വ്യത്യാസമേ ഉള്ളൂ. പ്രശ്നം ഏത് വിധത്തിലുള്ളതായാലും മറ്റുള്ളവരുടെ കൈത്താങ്ങുണ്ടാവുമ്പോൾ വലിയ ആശ്വാസമാണ് അതുവഴി ലഭിക്കുക. തന്നെ ചേർത്ത് പിടിക്കാനും തൻ്റെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാനും പ്രയാസങ്ങളിൽ പങ്കാളിയാവാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർ കൂടി ഉണ്ടെന്ന തോന്നൽ പകരുന്ന കരുത്ത് വല്ലാത്ത കരുത്തായിരിക്കും. ഈ ഒരു കൈത്താങ്ങിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അന്ത്യദിനത്തിലെ പ്രയാസങ്ങൾ പോലും അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമെന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നത്. പലതരം ആവശ്യമുള്ളവരാണ് മനുഷ്യർ. പാരസ്പര്യത്തിലൂടെ മാത്രമേ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് വലുതായി തോന്നുന്ന കാര്യം മറ്റുള്ളവർക്ക് ചെറുതായിരിക്കും. അതുപോലെ മറിച്ചും. കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ സഹായിക്കുക എന്നത് പ്രബലൻ്റെ ഔദാര്യമല്ല, അബലനായിട്ടുള്ളവൻ്റെ അവകാശമാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ആളുകൾക്കിടയിൽ കരുണയും ആർദ്രതയും ഒരുമയും സഹകരണവും അതുപോലെ തന്നെ ചേർത്തുപിടിക്കലും വർദ്ധിക്കും, കൂടുതൽ ആഴത്തിലുള്ളതാകും. ബന്ധത്തിൻ്റെ ഇഴയടുപ്പത്തിന് ഇത് ആക്കം വർദ്ധിപ്പിക്കും. സാമൂഹ്യ ജീവിതത്തിൽ ഏറെ പ്രസക്തമായ കാര്യങ്ങളാണ് ഈ പരാമർശിക്കുന്നത്. സംസാരത്തിലോ സമീപനത്തിലോ ശാരീരിക പ്രകൃതികളിലോ മനുഷ്യർ തമ്മിൽ പരിമിതികളും കുറവുകളും ഉണ്ടാകും. അത് അയാളുടെ ന്യൂനതയായി കണ്ട് അയാളെ അവമതിക്കാൻ മറ്റുള്ളവർക്ക് അവകാശമില്ല. ഹദീസിൻ്റെ അവസാന ഭാഗത്തെ പരാമർശം അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അയാൾ ആ കാര്യം സ്വയം ഉൾക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പോംവഴി സ്വീകരിച്ചിട്ടുണ്ടാവും. ഈ പോംവഴികൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മറയാണ്. വസ്ത്രം കൊണ്ട് നഗ്നത മറയ്ക്കുന്നത് പോലെയാണിത്. ഒരാളുടെ നഗ്നത മറ്റൊരാൾക്ക് എவ்விധം അനുവദനീയമല്ലയോ അതുപോലെയാണ് അയാളുടെ ന്യൂനതകളും. അത് പുറത്തറിയാതിരിക്കാൻ അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതോടൊപ്പം തന്നാലാവും വിധം അത് മറച്ചു പിടിക്കുക കൂടിയാണ് വേണ്ടത്. രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുതെന്ന് വിലക്കിയതിൻ്റെ ഗൗരവം ഇതിൽ നിന്ന് മനസ്സിലാവും. ന്യൂനതകൾ മറക്കുക എന്നതിനർത്ഥം ന്യൂനതയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാളെ സഹായിക്കുക എന്നുകൂടിയാണ്. അതിനൊരു വാക്കോ ഒരു നോക്കോ ഒരു ഉപദേശമോ ഒരു ഇടപെടലോ മതിയാവും. എത്ര നിസ്സാരമായ കാര്യമായാലും ഒരു നന്മയും നഷ്ടപ്പെടുത്താതെ അവയെല്ലാം ജീവിതത്തിൽ പുലർത്താനാണ് വിശ്വാസി ജാഗ്രത കാണിക്കേണ്ടത്. പുഞ്ചിരിയിൽ പോലും ധർമ്മമുണ്ട്, പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇவ்വിഷയമായ ഈ അധ്യാപനം സമൂഹത്തിന് എത്ര താങ്ങും തണലുമാണ് എന്നാലോചിച്ച് നോക്കുക. സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് എത്ര അത്യാവശ്യമാണെന്ന് ചിന്തിച്ചു നോക്കുക. ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.